ഹായ് ഗൈസ്, ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് ജിയോ എന്നാണ്. അപ്പോൾ ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് വകയാറിൽ ഒരു കസ്റ്റമറെ വീട്ടിൽ വന്ന ജിയോ ഇൻസ്റ്റലേഷന് വേണ്ടി. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ നമുക്കിവിടെ ഒരു ജിയോയുടെ ഒരു ഫൈബർ കണക്ഷൻ ഉണ്ടായിരുന്നു, എയർ ഫൈബർ. അപ്പോൾ ഇവർക്കും ഇവിടുത്തെ ഒരു കണക്ഷൻ ഇതുണ്ടായിരുന്നു, അത് ഡിസ്കണക്ട് ചെയ്തിട്ടാണ് അപ്പോൾ ഇത് എടുത്തേക്കുന്നത്. ഹായ്, അപ്പം ഇതാണ് കസ്റ്റമറുടെ ടി വി ഇരിക്കുന്ന പൊസിഷൻ. ഇവിടുന്ന് നമ്മൾ റൗട്ടറും വെച്ച് സെറ്റ് ബോക്സ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് ടി വി ആണ്. അപ്പം നോർമൽ ടി വി ആയിരുന്നു ഇത്. ഇപ്പോൾ ഇത് നമ്മുടെ ജിയോയുടെ ബോക്സ് വന്നതോടെ സ്മാർട്ട് ടി വി ആയിട്ട് മാറിയിട്ടുണ്ട്. യൂട്യൂബ് വരെ ഇതിനകത്ത് ഇപ്പോൾ വർക്കിംഗ് ആണ്. ആപ്പൊക്കെ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ. ഇതിലൂടെയാണ് നമ്മൾ കേബിൾ എടുത്തേക്കുന്നത്. കസ്റ്റമറിൻ്റെ കൺസീൽഡ് വഴിയാണ്. അപ്പോൾ ഇത് ആക്ച്വലി ഇനി നമുക്ക് ഔട്ട് ഒരു യൂണിറ്റ് ഉണ്ടല്ലോ, അപ്പോൾ ആ യൂണിറ്റിൻ്റെ അടുത്തോട്ട് പോകാം. അത് വെച്ചേക്കുന്ന എവിടെയാണെന്ന് കാണിച്ചു തരാം. ഇത് സ്ഥലം കറക്റ്റ് വരുന്നത് വകയാറ് ജംഗ്ഷന് വരെ പോകണ്ട, അതിന് മുമ്പേ ഒരു ലെഫ്റ്റിലോട്ടെങ്ങാണ്ടൊരു വഴിയുണ്ട്, ആ വഴി കയറി വരുന്ന ഒരു ഭാഗമാണിത്. ഇവിടുന്ന് നമുക്ക് മോറിലാണ് അതിൻ്റെ ഔട്ട്ഡോർ യൂണിറ്റ് വെച്ചേക്കുന്നത്. അപ്പോൾ ഈ ഔട്ട്ഡോർ യൂണിറ്റിനകത്തിൽ ഒരു RJ45 കണക്ടർ ഇട്ട് അതിന് ശേഷം നമുക്ക് ഒരു Cat 6 കേബിളാണ് അത് താഴോട്ട് വരുന്നു. ആ താഴോട്ട് വന്ന കേബിളിന് നമ്മുടെ ഒരു വൈഫൈ റൗട്ടറുണ്ട്. i6 ആണ് വൈഫൈ റൗട്ടർ വരുന്നത്. ഇതിപ്പം ഇൻസ്റ്റാളേഷൻ നടന്നുകൊണ്ടിരിക്കുക, ഈ ഡിവൈസ് ആക്ടിവേഷൻ നടന്നുകൊണ്ടിരിക്കുക, ഇതിൻ്റെ പ്രോസസ്സിങ് നടക്കുക. എല്ലാം ഫോൺ വഴിയാണ് ആക്ടിവേഷൻ നടക്കുന്നതെല്ലാം. അപ്പോൾ ഇതാണ് ആ ഡിവൈസ് വെളിയിലിരിക്കുന്ന ഔട്ട്ഡോർ യൂണിറ്റ്. അപ്പോൾ ഈ ഡിവൈസിന് എല്ലാം ഫോൺ വഴിയാണ് ആക്ടിവേഷൻ നടക്കുന്നത്. അപ്പം ഇനി അടുത്ത വർക്ക് നമുക്കിനി നാളെ കാണാം അടുത്ത വർക്കിന്. ഓക്കെ ഗൈസ്, ഒക്കുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ ഞെക്കണം. പിന്നെ പുതിയൊരു ചാനലാണ്, എന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സന്തോഷമാകും. എയർ ഫൈബറിനെ കുറിച്ച് കൂടുതൽ അറിയാൻ എൻ്റെ നമ്പർ സഹിതം ഞാൻ കൊടുക്കുന്നുണ്ട്. വാട്സാപ്പിൽ എനിക്കൊന്ന് മെസ്സേജ് ഇടുവോ വോയിസ് ഇടുവോ ചെയ്താൽ മതി, ഞാൻ ഡീറ്റെയിൽ തരാം. അതെവിടെ ആയാലും കേരളത്തിൽ. ഓക്കെ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.